ഗൈസ്, ഇന്ന് നമുക്ക് ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 2 ലൈൻസ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് എടുത്തിരിക്കുന്നത് 3 ലെയറിലാണ്. ത്രെഡിൻ്റെ അറ്റത്തായിട്ട് നോട്ടിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചൊക്കെ ചെയ്തില്ലേ, സെയിം മെത്തേഡിലാണ് ഈ ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ചും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. മുകളിലത്തെ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. താഴെ നിന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് കൊണ്ടുവരിക. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുന്നത് നേരെ തന്നെയായിരുന്നു. ഇത് അല്പം ചെരിച്ചുകൊണ്ട് വേണം നമ്മൾ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ താഴത്തെ ലൈനിൽ നിന്ന് മുകളിലത്തെ ലൈനിലേക്ക് അല്പം ചെരിച്ചുകൊണ്ട് നീഡിൽ കുത്തിയെടുക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ ഫ്രെയിം യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്രെയിം യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അല്പം ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം താഴത്തെ ലൈനിൽ നിന്ന് അല്പം ചെരിച്ച് മുകളിലത്തെ ലൈനിലേക്ക് നീഡിൽ കുത്തി കൊടുക്കാം. ബാക്കി വരുന്ന ത്രെഡ് നീഡിലിൻ്റെ താഴ്ഭാഗത്തിട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ വലിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 സ്റ്റിച്ചുകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിൽ ചെയ്യുന്ന സമയത്ത് അല്പം ചെരിച്ചിട്ട് നീഡിൽ കുത്തി കൊടുക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസിൻ്റെ ഒത്തിരി വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഈ വീഡിയോസ് യൂസ്ഫുള്ളായിരിക്കും. ബ്രോക്കൺ ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിൽ 2 കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 കളറൊക്കെ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.